ബിന്ദു കൃഷ്ണ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, അതിദാരുണമായ അങ്ങേയറ്റം വേദനാജനകമായ ഒരു അപകടം അങ്ങയുടെ നാടിനടുത്തുകൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 3 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ അപകടം സംബന്ധിച്ച് അങ്ങേക്ക് എന്തെല്ലാം കാര്യങ്ങൾ പങ്കുവെക്കാൻ കഴിയും മിനിസ്റ്റർ? അമിത വേഗതയിൽ പാഞ്ഞു വന്ന ലോറി ബസ് കാത്തുനിന്നവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറി 5 പേർ അതിന്റെ അടിയിൽപ്പെട്ടു എന്നാണ് പ്രാഥമികമായി ലഭിച്ച വിവരം. അതിൽ 3 പേർ മരണപ്പെട്ടു എന്നും 2 പേർ മുതിർന്നവരും ഒരാൾ 16 വയസ്സോളമുള്ള കുട്ടിയാണ് എന്നാണ് ലഭ്യമായ വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരു കുഞ്ഞ് ഗുരുതരാവസ്ഥയിലും 1-2 പേർ മൾട്ടിപ്പിൾ ഫ്രാക്ചറോട് കൂടി ഉള്ളവരുണ്ട്. ബാക്കി 3 കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവരാണ് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉള്ളവർ. 3 കുട്ടികൾ മൈനർ ഇഞ്ചുറീസുമാണെന്നാണ് ലഭ്യമായ വിവരം. നമുക്ക് സ്വാഭാവികമായും ഒരു വലിയ അപകടമാണ്. അപ്പോൾ വേഗത്തിൽ അവരെ പുറത്തെടുക്കലൊക്കെ ദുഷ്കരമായിരുന്നു. എന്നാൽ കൂടിയും വേഗത്തിൽ അത് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പുറത്തെടുത്തതിന് ശേഷം വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതും ആവശ്യമായ ചികിത്സ നൽകുന്നതൊക്കെ വേഗത്തിൽ കഴിഞ്ഞിട്ടുണ്ടല്ലേ? തീർച്ചയായും അത്തരം ഇടപെടലൊക്കെ കൃത്യമായി നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് ടിപ്പർ ലോറികളെ വിശേഷിച്ചും സ്കൂൾ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 7 മണിക്ക് മുമ്പ് ഇറങ്ങി തുടങ്ങും. ആ കുഞ്ഞുങ്ങൾ പോകുന്ന സമയങ്ങളിൽ ഇത്ര ടിപ്പർ ലോറി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെയും പലപ്പോഴും പല അപകടങ്ങളുടെ പേര് നമ്മുടെ മനസ്സിലൊരു ഭയമുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ അമിത വേഗതയിൽ ഈ സമയത്തൊക്കെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ദുരന്തങ്ങൾ അതേറെ ഭയപ്പെടുത്തുന്നു. നിയമങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പോകേണ്ടതാണ്. തീർച്ചയായും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് വളരെ ഗൗരവതരമായ ഇടപെടൽ നടത്തും. താങ്ക് യു മിനിസ്റ്റർ പ്രതികരിച്ചതിന്. എന്തായാലും മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നാട് കൂടിയാണ്, അവരുടെ തൊട്ടടുത്ത മണ്ഡലം കൂടിയാണ് കൊട്ടാരക്കര. അവിടെയാണ് ഇപ്പോൾ നീലേശ്വരത്ത് വലിയൊരു അപകടം സംഭവിച്ചത്.